ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുട്ടികൾക്ക് ഖുർആൻ പഠനത്തിന് താല്പര്യക്കുറവ് വരാൻ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം, പ്രതിഫലം, മഹത്വം ഇത് കുട്ടിക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമുള്ളൂ കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് ഖുർആൻ പഠിക്കാൻ വരിക. പഠന സമയം നിശ്ചയിക്കാതെ രക്ഷിതാവ് നിരന്തരം ശല്യം ചെയ്യുന്ന അവസ്ഥ, കുട്ടി മുഴുവൻ സമയവും ഖുർആൻ പഠിക്കണമല്ലോ എന്ന ചിന്തയിലെത്തിക്കും. അഥവാ ഏത് സമയത്താണ് ഖുർആൻ പഠിക്കേണ്ടത് എന്നില്ല. രാവിലെ ഒഴിവ് കിട്ടുമ്പോൾ അപ്പം പറയും, ഉച്ചക്ക് ഒഴിവ് കിട്ടുമ്പോൾ ആ സമയത്ത് പറയും, വൈകുന്നേരം ഒഴിവ് കിട്ടുമ്പോൾ ആ സമയത്ത് പറയും. ഏത് സമയത്തും ഈ ഖുർആൻ പഠിക്കൽ തന്നെ എന്ന് കുട്ടി വിചാരിക്കുന്നിടത്തേക്ക് അതെത്തും. പഠിച്ച കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം ടാർഗറ്റ് എത്താത്തതിൽ രക്ഷിതാവിന് ആശങ്കയുണ്ടാവും. അതിനാൽ രക്ഷിതാവ് കിട്ടിയതിനെക്കുറിച്ച് ആലോചിക്കില്ല, കുട്ടി ചെയ്തതിനെക്കുറിച്ച് ആലോചിക്കാതെ ചെയ്യാത്തതിനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അധികമായി കർശനമായ ഒരു ശിക്ഷാത്മകമായ സമ്മർദ്ദമുള്ള സമീപനം, അധികമായി കർശനമാകുക, ശിക്ഷിക്കുക, സമ്മർദ്ദമുള്ള സമീപനം, ഇതൊക്കെ കുട്ടിക്ക് പഠനത്തോടുള്ള താല്പര്യം കുറയ്ക്കുന്ന മുഖ്യമായ ഘടകങ്ങളാണ്. പഠനം രസകരമാക്കാനുള്ള ഒരു ആലോചനയും മാതാപിതാക്കൾ സ്വീകരിക്കില്ല. അതിനാൽ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും പഠിക്കാത്ത കുട്ടികളുടെ സൗഖ്യവും ആലോചിച്ച് ഇനി ഞാൻ സ്കൂൾ ഓഫ് ഖുർആനിലേക്കില്ല, ഇനി ഞാൻ പോകുന്നില്ല, പിന്നെ ആ കുട്ടി പോകുന്നില്ലല്ലോ, മറ്റേ കുട്ടി പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ആ കുട്ടികളോട് പറയേണ്ട ചില വാചകങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. നീ വളരെ പ്രയാസപ്പെട്ടാണ് പഠിച്ചത്, ഇനി കുറച്ച് നേരം കളിക്കുകയോ വിശ്രമിക്കുകയോ ആവാം, ഇനി ക്ഷീണം മാറിയിട്ട് പഠിച്ചാൽ മതി. ഈ ഒരു വാക്ക് കുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ താല്പര്യത്തെയും ഖുർആൻ പഠിക്കാനുള്ള വേഗതയെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ മോൻ നല്ല കുട്ടിയാണ്, അവൻ ഖുർആൻ പഠിക്കാൻ മിടുക്കനാണ്, അവൻ അക്കാര്യത്തിൽ എന്നെക്കാൾ മുമ്പനാണ്, എനിക്കൊന്നും ഇങ്ങനെ സാധിച്ചിട്ടില്ല, എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, അവന് ഖുർആനിലെ 10 അധ്യായങ്ങൾ മനഃപ്പാഠമാണ്. ഇങ്ങനെ കുട്ടികൾക്ക് പ്രചോദിതമായ വാക്കുകൾ പറയാൻ നമ്മൾ തയ്യാറാവണം. മറിച്ച് പല രക്ഷിതാക്കളുടെയും വായിൽ നിന്ന് കേൾക്കുന്ന വാചകങ്ങൾ, ഞാനും എൻ്റെ മോനും കഷ്ടപ്പെടുന്നു, ചേർക്കേണ്ടിയിരുന്നില്ല, വേണ്ടിയിരുന്നില്ല, ഇത്ര വിചാരിച്ചില്ല, രാത്രിയാകുന്നത് തന്നെ മടുപ്പാണ്, ഒന്ന് ഓതിവിടാൻ എത്ര കഷ്ടപ്പെടണം, വേറെ ഒന്നിനും സമയം ലഭിക്കുന്നില്ല, ഇങ്ങനെ പറയുന്ന പരാതികൾ അത് രക്ഷിതാക്കൾക്കിടയിൽ വളരെ വലിയ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഈ സമ്മർദ്ദത്തിൽ നിന്ന് കുട്ടികൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കുട്ടികൾ താല്പര്യം കുറയാൻ കാരണമാകുന്ന അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. രക്ഷിതാവിൻ്റെ നെഗറ്റീവ് പ്രതികരണം കുട്ടികളിൽ ഊർജ്ജ ശോഷണം വരുത്തും. അങ്ങനെ അവർക്ക് തലവേദന വരുത്തുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇഖ്റ, നീ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ വായിക്കാതിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അതിഥികൾക്ക് നൽകാനിരുന്ന ഭക്ഷണത്തിൽ മണ്ണുവാരിയിട്ട കുട്ടിയുടെ ഉമ്മ ആ കുട്ടിയെ ശിക്ഷിക്കുന്നതിന് പകരം പ്രാർത്ഥിച്ചത് എൻ്റെ മോനെ ഹറമിലെ ഇമാമാക്കണമേ എന്നാണ്. അദ്ദേഹം പിൽക്കാലത്ത് ഹറമിലെ ഇമാമമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രം. നമ്മുടെ ശൈലിയാണ് പലപ്പോഴും കുട്ടിക്ക് പഠനത്തിന് താല്പര്യം കുറക്കുന്നതെങ്കിൽ റബ്ബിൻ്റെ ശിക്ഷയെ നാം ഭയപ്പെടുക തന്നെ വേണം. ഖുർആനോടൊരാൾക്ക് മടുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ സെറ്റ് ചെയ്താൽ അത് വളരെ ബുദ്ധിമുട്ട് നാളെ പരലോകത്തുണ്ടായിരിക്കും. മൃദുവായി പെരുമാറുന്നവർ ക്ഷമയുടെ ആളുകളാണ്. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. അതുകൊണ്ട് കർമ്മങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന വഴിയിലാക്കാനും ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒഴിവാക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയല്ല അത് എന്ന് മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. റബ്ബി സിദ്നി ഇൽമ എന്ന് ധാരാളമായി പ്രാർത്ഥിക്കാൻ കുട്ടികളോട് വസിയത്ത് ചെയ്യണം. ഖുർആൻ പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അതിനെ പ്രയാസപ്പെടുത്തി കൊണ്ടുപോകുന്നൊരവസ്ഥയും സംസ്കാരവും നമുക്ക് നല്ലതല്ല. അണ്ണാൻ കുന്നും തഞ്ഞാലായത് എന്ന പ്രയോഗത്തെ പോലെ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നത് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ അവർക്ക് പ്രചോദനം നൽകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.